ഹലോ. അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പാണ്. ഇത് എല്ലാവർക്കും ചെയ്യാം കേട്ടോ. എല്ലാവർക്കും നമുക്ക് നമ്മുടെ സാറ്റിൻ റിബൺ വെച്ചിട്ടായാലും ചെയ്യാം. അപ്പോൾ ഞാനിത് 1 ഇഞ്ചിൻ്റെ ഗ്രോസ് ഗർ റിബണാണ് എടുത്തിരിക്കുന്നത്. ഒരു 16 സെൻറ്റിമീറ്റർ നീളത്തിൽ എടുക്കുക. ഇപ്പം നമുക്ക് സാധാ റിബൺ ആയാലും മതി. അത് 16 സെൻറ്റിമീറ്ററിൽ എടുക്കുക. എന്നിട്ട് സെൻറ്ററിലേക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ലൈറ്റർ കൊണ്ട് ജസ്റ്റ് നമുക്ക് ആ ഒരു മടക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഫോൾഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എന്നിട്ട് ഇതുപോലെ 2 എഡ്ജിലും ഇതുപോലെ ജസ്റ്റ് ഒന്ന് സെൻറ്ററിലോട്ട് മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഒത്തിരി ഒരിക്കലും ജസ്റ്റ് നമുക്കാവുന്ന ജസ്റ്റ് ആ മടക്ക് കറക്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി അത്രയേ ഉള്ളൂ. എന്നിട്ട് ജസ്റ്റ് ആ സെൻറ്ററിലേക്ക് എടുക്കുക. നമ്മൾ ആ മടക്കി എടുത്തില്ലേ, ആ 2 പോർഷനും കൂടെ ഒരുപോലെ ആ സെൻറ്റർ പോർഷനാക്കി വെച്ചിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് ഉരുക്കി കൊടുക്കുക. ജസ്റ്റ് അത് ഇളകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഒരുക്കുന്നത്. എന്നിട്ട് അതിനെ നേരെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. നമ്മളിത് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഈ ഫോൾഡിങ് മാത്രമാണ്. ഈ ഫോൾഡിങ് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഈ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ജസ്റ്റ് ആ എഡ്ജിലെന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. ആ എഡ്ജിലെന്ന് നമുക്ക് ആ സ്റ്റാർട്ടിങ് അതാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് ആ കറക്റ്റ് അടുത്ത എഡ്ജില്ലേ അതുവരെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഇത് പിന്നെ നമ്മുടെ റിബണിൻ്റെ സൈസ് അനുസരിച്ചൊക്കെ മാറും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. വളരെ സിമ്പിളാണ് ഇത്, ബുദ്ധിമുട്ടോ ഒന്നുമില്ല. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ജസ്റ്റ് ഇതുപോലെ കിട്ടും. ഇതുപോലെ ആയില്ലെങ്കിൽ ആ ജസ്റ്റ് സെൻറ്ററിൽ നമ്മൾ ഇതുപോലെ കൈ ഒന്ന് വെക്കുമ്പോഴേക്കും ഇതുപോലെ ആയി കിട്ടും. അപ്പോൾ ഞാൻ 4 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. 4 പെറ്റൽസിന് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. കാരണം ഒന്ന് നമ്മൾ മടക്കി എടുക്കുമ്പോൾ നമുക്ക് 2 പെറ്റൽസ് പോലെ കിട്ടും. അതുപോലെ 4 എണ്ണം. ബാക്കി ഞാൻ 3 എണ്ണം കൂടെയാണ് ചെയ്യുന്നത്. ചെയ്ത് വെച്ചത് തന്നെയാണ്. അതിൻ്റെ സെൻറ്ററിലേക്ക് ഒന്ന് മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ ഭയങ്കര രസമാണ്. നമ്മൾ സാധാരണ കാണുന്നതിനേക്കാളും ഒരു വെറൈറ്റി ആയിട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് അലിഗേറ്റർ ക്ലിപ്പാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് ഹെയർ ബാൻഡും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അലിഗേറ്റർ ക്ലിപ്പാണ് കൊടുക്കുന്നത് കേട്ടോ. വളരെ 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 ബ്യൂട്ടിഫുള്ളായിരുന്നു ചെയ്തു വന്നപ്പോഴേക്കും. നോക്കി. അപ്പോൾ അതിങ്ങനെ സാധാരണ വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇങ്ങനെ കോർത്തെടുത്താൽ മാത്രം മതി. എന്നിട്ട് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ചേർത്ത് നന്നായി ടൈ ചെയ്തെടുക്കുക. നന്നായിട്ട് സെൻറ്റർ നല്ല ടൈറ്റായിരിക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് ടൈ ചെയ്തെടുക്കുക. നമ്മളിങ്ങനെ ചിലപ്പോൾ കോർക്കുമ്പോൾ അതൊരു ഷേപ്പ് കറക്റ്റായിട്ടൊന്നും കിട്ടിയെന്ന് വരത്തില്ല. കാരണം അത് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് അവസാനം അറേഞ്ച് ചെയ്തെടുക്കുമ്പോഴാണ് കറക്റ്റ് ആ ഫ്ലവറിൻ്റെ ഷേപ്പ് തന്നെ എല്ലാം ഒന്ന് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ തെറ്റിപ്പോയെന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇത് വളരെ ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും ഇല്ലാത്തതാണല്ലോ. ഇതുപോലെ കിട്ടും. ഇങ്ങനെ ഇരിക്കും. അവസാനം ഇതിന് നമ്മൾ കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഓരോ ഫ്ലവറിൻ്റെയും ഇതൊന്ന് കറക്റ്റാക്കി വെച്ച് നമ്മളൊന്ന് അറേഞ്ച് ചെയ്തെടുക്കണം. ഞാൻ 2 എണ്ണം ചെയ്തായിരുന്നു കേട്ടോ. ഇതുപോലെ. എന്നിട്ട് നമ്മളൊന്ന് ഒരു ഫെൽറ്റ് ഷീറ്റ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മൾ ഇതുപോലെ താഴെ വെച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഇതുപോലെ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ആ ഒരു മടക്കുകളെല്ലാം അതിൽ കറക്റ്റ് പ്രസ്സായിരിക്കും. അപ്പോൾ അത് നമ്മുടെ ആ മടക്കൊന്നും മാറിപ്പോകത്തില്ല. ആ സെൻറ്ററിൽ മടങ്ങിയിരിക്കുന്ന ആ പോർഷനെല്ലാം കറക്റ്റായിട്ട് അങ്ങനെ ഫോൾഡ് ആയിരിക്കും. നോക്കിയേ, കണ്ടോ? ഇതുപോലെ. ഇനി സെൻറ്ററിൽ ഇത് ഞാനൊരു ഹാഫ് കട്ട് ബീഡ്സ് എടുത്തു. അതിലേക്ക് ഒരു സ്റ്റോൺ ചെയിൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുത്തതാണ് കേട്ടോ. പാച്ചസ് വാങ്ങിയതൊന്നുമല്ല, ജസ്റ്റ് OSP ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് ചെയ്തെടുത്തതാണ്. ഇതൊന്ന് സെൻറ്ററിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. ഇനി ഒരു ബോ ടൈപ്പുള്ളത് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 2 ഇഞ്ചിൻ്റെ റിബണാണ് എടുത്തത്. 1 ഇഞ്ചിൻ്റെതാണ് ഏറ്റവും നല്ലത്. എൻ്റെ 1 ഇഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2 ഇഞ്ചിൻ്റെയാണ് എടുത്തത് കേട്ടോ. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഈ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് സെൻറ്റർ മടക്കി ഒരു ബോ ഷേപ്പിലാക്കി എടുക്കുക. ഇത് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് വളരെ നമ്മൾ സാധാരണ ചെയ്യുന്നവരാണെങ്കിൽ എപ്പോഴും ചെയ്യുന്ന കാര്യമാണിത്. ജസ്റ്റ് സെൻറ്റർ ഒന്ന് ടൈ ചെയ്തെടുക്കുക. കാരണം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അതൊന്ന് ടൈ ചെയ്തെടുക്കണം. കാരണം അല്ലാതെ ചിലപ്പോൾ നമ്മളിങ്ങനെ വെക്കുമ്പോൾ എന്ത് ചെയ്യുന്ന അത് ഇളകിപ്പോവും. ഒന്ന് ജസ്റ്റ് ചുറ്റി ഒന്ന് ടൈ ചെയ്തെടുക്കുക. എന്നിട്ട് എന്താ പറയുക, അതിൻ്റെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ എഡ്ജൊക്കെ എന്ത് ചെയ്യുക, നല്ല നൂലൊക്കെ നിൽക്കുന്നത് പുറത്തോട്ടൊക്കെ നിൽക്കുന്നത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സൗണ്ട് ഞാൻ ഒരു ഷേപ്പിൽ അതിനൊന്ന് കർവാക്കി കട്ട് ചെയ്ത് വിടുകയാണ്. ഓക്കെ. അതുപോലെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് വിട്ടിട്ട് എന്താ പറയുക, അല്ലെങ്കിൽ നമുക്കവിടെ ഒരു ഈ ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം. നമ്മളുടെ ഇഷ്ടത്തിനുള്ളത് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് അതിനെ നന്നായിട്ട് ഉരുക്കി കൊടുക്കണം. ഈ റിബണിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇതിങ്ങനെ വിട്ട് വരും. അതിലെ നൂലിങ്ങനെ ഇഴകളിങ്ങനെ ഇളകി വരും. അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും ഉരുക്കി അതിനെ നിർത്തുന്നത്. അതിനുശേഷം ഞാൻ ഇതിൻ്റെ റബണിൽ സെൻറ്ററിൽ ഞാൻ കവർ ചെയ്തില്ല, അത് കവർ ചെയ്യും കേട്ടോ നമ്മൾ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗ്രോസ് ഗർ റിബൺ കൊടുത്തു. ജസ്റ്റ് അലിഗേറ്റർ ക്ലിപ്പ് ഒന്ന് ഇങ്ങനെ ഫ്ലവറൊക്കെ കൊടുക്കുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് നമുക്ക് കാരണം ഇതിൻ്റെ ഒരു പുറത്തോട്ട് നിൽക്കുമ്പോൾ അതൊരു കവർ ചെയ്തില്ലെങ്കിൽ ഒരു വൃത്തികേടായിരിക്കും. അപ്പോൾ എപ്പോഴും ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുക. ഇതുപോലെ ഒന്ന്
അലിഗേറ്റർ ക്ലിപ്പൊക്കെ ചെയ്യുമ്പോൾ ജസ്റ്റ് നമുക്ക് എല്ലാത്തിലും കവർ ചെയ്യാറില്ല ഞാനും. ഇതുപോലെ അത്യാവശ്യമായിട്ട് കവർ ചെയ്യേണ്ടതാണെന്ന് തോന്നുമ്പോൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കും കേട്ടോ. ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കുക. കവർ ചെയ്യുമ്പോൾ അതിനൊരു ഫിനിഷിങ് ഉണ്ടാവും. കാരണം ഒരു ഫ്ലവർ വെക്കുമ്പോൾ അതൊരു എന്താ പറയുക ഭംഗിക്കായിട്ടാണ്. എന്നിട്ട് ഞാൻ ആ ഫ്ലവർ അങ്ങ് ഫിക്സ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ആ ബോയുടെ ആ സെൻറ്റർ ഒന്ന് കവർ ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ ചെയ്തു വന്നപ്പോഴാണ് ഓർമ്മ വന്നത് അത് ചെയ്തില്ലല്ലോ അത്. അടുത്ത ആ ബോയുടെ സെൻറ്ററിലേക്ക് ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു 4 മടക്ക് മടക്കിയതിന് ശേഷം അതിനെ ജസ്റ്റ് ഒന്ന് ഉരുക്കിയിട്ട് സെൻറ്ററിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കാരണം എന്നാലേ നമ്മൾ ആ നൂലൊക്കെ കെട്ടിയിരിക്കുന്നില്ലേ അതൊക്കെ ഒന്ന് മറിഞ്ഞ് നല്ല വൃത്തിയായിട്ടിരിക്കുകയുള്ളൂ. അവർ സെൻറ്ററൊക്കെ ഒരു ഫിനിഷിങ്ങോടെ നമുക്ക് നിൽക്കുകയുള്ളൂ. ജസ്റ്റ് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് അവിടെ പ്രസ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ചുറ്റുക. വീണ്ടും ജസ്റ്റ് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് മടക്കി അവിടെ അങ്ങ് ഒട്ടിച്ചാൽ മതി. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. എത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതങ്ങ് ചെയ്യുമ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ഫിനിഷിങ്ങോടെ ചെയ്യാൻ ശ്രമിക്കുക. ഇനി അതിനുശേഷം ഇത് എന്താ പറയുക അതിൻ്റെ സെൻറ്ററിലുള്ളത് ജസ്റ്റ് ഒന്ന് ഉരുക്കി അവിടെ അങ്ങ് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ അതങ്ങ് പുറത്തേക്ക് ഇങ്ങനെ അറിയാൻ പറ്റും നമുക്ക്. ജസ്റ്റ് ആ ഫ്ലവറിൻ്റെ അകത്തേക്കാണ് ഉള്ളിലേക്ക് നിൽക്കത്തക്ക രീതിയിൽ എന്താ പറയുക ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതും വളരെ മനോഹരമാണ്. എപ്പോഴും ചെയ്യുന്നതിനേക്കാളും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഫ്ലവറായിട്ട് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാം. ഹെയറിലൊക്കെ വയ്ക്കുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.